ഒരു മോമിനായ മനുഷ്യൻ ഒരു ദിവസം 17 തവണ അള്ളാഹുവിനോട് ചോദിക്കൽ നിർബന്ധമായ ഒരു ദുആ ഉണ്ടെങ്കിൽ അത് ഏതാണത്? ഹിദായത്താണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കാരണം ഫാത്തിഹ സൂറത്ത് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൽ ഇമാമു മോദനം, മഅ്മൂമു ഓതണം. ഇമാമുമായി നേരത്തെ വന്ന് പിന്തുടർന്നവർക്കാണല്ലോ എന്ത് പറയാ? മഅ്മൂം. മറ്റേത് മസ്ബൂക്കാണ്, പിന്തുടർന്നവൻ. അവന് ഫാത്തിഹ ഇല്ല. അവൻ ഇമാമിനോടൊപ്പം വന്ന് നേരെ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന അനക്കമടങ്ങി ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ എത്തിച്ചാൽ ആ റക്അത്ത് കിട്ടി. അവന് ഫാത്തിഹ ഓതാൻ പറ്റിയെന്നില്ല. നേരത്തെ വന്ന് തുടർന്നവൻ എന്താണ്? മഅ്മൂമാണ്. അങ്ങനെ മഅ്മൂമായി തുടർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തും ഓതണം, ഫാത്തിഹയും ഓതണം. തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ കൂടി ശരിക്കും മനസ്സിലാക്കണേ. ഷാഫി മദ്ഹബ് ബ്രിക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഷാഫിയാണ് നമ്മുടെ മദ്ഹബ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കും. ഫാത്തിഹ ഓതുമ്പോ തറാവീഹ് നിസ്കാരത്തിലാണെങ്കിൽ പോലും ഇമാമും ഓതണം. ഇമാമിനോട് പിന്തുടർന്ന് നിൽക്കുന്ന മഅ്മൂമും ഫാത്തിഹ ഓതണം, നിർബന്ധം. ഇമാമിന്റെ നല്ല മുസ്ലിയാരെ കൊള്ളാം. എന്തുകൊണ്ട് എന്നിട്ട് ഇവൻ റുക്കോയിലോട്ട് പോവാ, ഫാത്തിഹ ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് തുപ്പാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്, അത് മാത്രം മറക്കത്തില്ല. രണ്ടറക്കാത്ത് കഴിയുമ്പോ അത് മാത്രം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഫാത്തിഹ ഓതണം. ഇമ്മ കയ്യട്ടി അനങ്ങാതിരുന്നാ പോരാ. മല്ലം യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബി ലാ സ്വലാത ല, നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിഹ സൂറത്ത് ഓതാത്തവന്റെ നിസ്കാരം പരിഗണിക്കൂല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊന്നും മിക്ക ആളുകൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ചെറിയ വിഷയമാണ്, പക്ഷെ ഗൗരവമുള്ള വിഷയമാണ്. നിസ്കാരം ഉണ്ടാവൂല. കാര്യമായിട്ട് അവിടെ വന്ന് തലയും കുത്തി മറിഞ്ഞായിട്ട് ഗണിക്കപ്പെടും. എന്തോതണം? ഫാത്തിഹ ഓതണം. വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഉസ്താദിന്റെ ഓത്ത് കേട്ടല്ലോ, പറ്റൂല. ഓത്ത് കേട്ടാ പോരാ, ഫാത്തിഹ അവിടെ ഓതി തീർന്നാൽ ഉടനെ നീ എന്തോതണം? ഫാത്തിഹ സൂറത്ത് ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾക്കൊക്കെ കബൂലിയത്ത് അള്ളാഹു നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നമുക്കെല്ലാം അറിയാന്നുള്ളൊരു ധാരണയാണ്. ഒന്നും അറിയില്ല, ഇഷ്ടംപോലെ പഠിക്കാണ്ട്. ഇതിപ്പോ ഒരു ഭാഗമാണ് പറഞ്ഞത്. എത്രയോ വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മളൊരു ക്ലാസ്സും കേൾക്കുന്നില്ല. നാട്ടിൽ ദർസുണ്ടെങ്കിൽ 10 മുത്തല്ലിങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന നേരത്തെങ്കിലും അതിന്റെ ചാരത്ത് വന്നിരുന്നാൽ വെറുതെ നാട്ടിലിരിക്കാൻ, വീട്ടിൽ വെറുതെയാണ്. ആ ദർസിൽ വന്ന് പങ്കെടുത്തൊരു മൂലക്കിരുന്നാൽ ഇൽമ പഠിച്ചതിന്റെ കൂലി ലഭിക്കും, ധാരാളം അറിവും സമ്പാദിക്കാൻ പറ്റും. ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദെ കർമ്മശാസ്ത്രത്തിന് ക്ലാസ് എപ്പോഴാണ്? ഫിഖ് കർമ്മശാസ്ത്രം എപ്പോഴാണ് പറയുന്നത്? നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ് എപ്പോഴാണ്? അപ്പൊ ഉസ്താദ് പറയും ഇന്ന സമയത്താ. ആ സമയത്ത് പോയാൽ മതി. മറ്റേത് നിനക്കൊന്നും തിരിയൂല. ഫാല എന്ന് പറഞ്ഞ് നീ അവിടെ ഇരുന്നിട്ട് ഫാല എന്ന് പറഞ്ഞു വേറൊന്നും നിനക്ക് സർഫൊക്കെ ആയിരിക്കുന്ന അഹവ് ഒന്നും ചിലപ്പോൾ കിട്ടൂല. ഇൽമുൽ ബയാന്, ബദിയോ ഒക്കെ മറ്റു വിഷയങ്ങൾ, റിസാല, ഫലക്ക്, അതൊന്നും നിനക്ക് തലയ്ക്ക് കയറൂല, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവൂല. അപ്പൊ നിനക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അതൊന്നും അല്ലാതെ തന്നെ ഉസ്താദുമാരോട് പോയിട്ട് മസലകൾ ചോദിക്കാം. അറിവില്ലാത്ത നമ്മൾ ചോദിക്കണം. യാതൊരു മടിയും വിചാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത്, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടമാണ്. സ്വഹാബത്ത് യാത്ര ചെയ്തു വരുമ്പോൾ ഒരു വ്യക്തി വലിയ അശുദ്ധിക്കാരനാണ്. അദ്ദേഹത്തിന് മുറിവ് പറ്റി, തലയ്ക്കാണ് മുറിവ് പറ്റിയത്. അപ്പൊ അദ്ദേഹത്തിന് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ എങ്ങനെയാണ് മസ്അല? അവർക്കിടയിൽ തന്നെ ചർച്ചയായി. നബി അവിടെ സ്ഥലത്തില്ല, വിധങ്ങൾ മദീനയിലാണുള്ളത്. അപ്പൊ ചിലര് പറഞ്ഞു കുളിക്കണമെന്ന് പറഞ്ഞ തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി, പിന്നീട് ആ നിസ്കാരം ഖളാ വീട്ടാം. പക്ഷെ അദ്ദേഹത്തോട് പല രീതിക്കുള്ള ഇജ്തിഹാദ് പറഞ്ഞ് ആകെ ഇടങ്ങേറാക്കി. സ്വഹാബിയാണെന്ന് ഓർക്കണം. അദ്ദേഹം സ്വഹാബത്തിന്റെ ചിലരുടെ നിർബന്ധ നിമിത്തമായിട്ട് കുളിച്ചു. കുളിയിലൂടെ ഉണ്ടായിത്തീർന്ന എന്താ? രക്തം തലയ്ക്ക് പൊട്ടലാണ്. രക്തം നല്ലതുപോലെ വാർന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മദീന എത്തുന്നതിന് മുമ്പ് വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹദീസാണിത്, ഞാൻ ചുരുക്കി പറയാൻ. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ അവരോട് പറഞ്ഞു, അറിവില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണ്ടേ? എന്ത് വിവരക്കേടാണ് നിങ്ങൾ കാണിച്ചത്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടു. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. ദീൻ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ, സ്വഹാബത്ത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മസലകൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഒരാളുടെ മരണത്തിലേക്ക് പോലും എത്തിക്കാൻ കാരണമായി തീരുന്നു. നമ്മൾ സ്വന്തം ഇജ്തിഹാദ് ചെയ്യാണ്. ഇപ്പോഴും അങ്ങനെ മുജ്തഹിദീങ്ങളായി മാറുകയാണ് നമ്മൾ. അതങ്ങനെ ആയിക്കൂടെ? എന്തെങ്ങനെ എന്ത് വിഷയം വന്നാലും നമ്മൾ അങ്ങോട്ട് മറ്റുള്ള ഒരു രാജ്യത്തിലേക്ക്, അവിടെ സൗദിയിൽ അങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനോട് ഖിയാസാക്കാണ്. ദീൻ പഠിക്കാനേ തയ്യാറാകുന്നില്ല.
ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് കൊണ്ട് ഇജ്തിഹാദ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക. ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യ 4 മാസവും 10 ദിവസവും ഇരിക്കണം, നിർബന്ധം. ഖുർആൻ പറഞ്ഞതാ. നമ്മളാണെങ്കിലോ 40 ദിവസം കഴിയും ടാറ്റ ബൈ ബൈ. പിന്നെ ഉണ്ട് മുല്ലക്കൽ ചെറുപ്പിനിരിക്കണം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും. ആണോ അല്ലേ? പിന്നെ ഉണ്ട് ഉമ്മായ നോക്കുമ്പോ അവിടെയാണ് ഉള്ളത്. സംഭവം എന്താ? 40 ദിവസം. 40 ദിവസം ആരാ പറഞ്ഞത്? അങ്ങനെ എവിടെയില്ല. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഭർത്താവ് മരിച്ചതാകുന്ന ഭാര്യമാർ തീർച്ചയായും അവർ തീർച്ചയായും അവർ ശ്രദ്ധിക്കണേ 4 മാസവും 10 ദിവസവും ഇദ്ദ ആചരിക്കണേ. പരിശുദ്ധമായ ഖുർആൻ 4 മാസം 10 ദിവസം ഖുർആന്റെ കൽപ്പനയാണ്. അതിന് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് തഅബ്ബുദിയാണ്. നമുക്ക് പലതും ചിന്തിക്കാം, ഗർഭം ഉണ്ടോ എന്ന് നോക്കാനാണ്. അതൊന്നുമില്ല, അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തായിരുന്നു, ഗർഭമൊന്നുമില്ല, എന്നാ ഇനി ഇരിക്കണോ? വേണ്ട, അങ്ങനെയല്ല. തഅബ്ബുദിയാണ്. അതിന്റെ കാരണം പറയേണ്ടതില്ല, അള്ളാഹ് പറഞ്ഞതിന്റെ പേരിൽ ഇരിക്കുക. അങ്ങനെ തന്നെയാണ് ആ ഇമ്മത്തുകൾ രേഖപ്പെടുത്തിയത്. ചില കാര്യങ്ങൾ അതിലുണ്ട്. അതിന് ഇദ്ദ ആചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ട് എടുക്കണ്ട. ചിലർക്ക് ഭയങ്കര സംഭവമായിട്ട് എടുക്കാൻ. ഇദ്ദ ആചരിക്കുന്ന സമയത്ത് പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിക്കണ്ട, ഉസ്താദേ ആരൊക്കെയാണ് കാണാൻ പറ്റുന്നത്, ആരൊക്കെയാണ് കാണാൻ പറ്റാത്തത്? ഇദ്ദ ആചരിക്കുന്നതിന് മുമ്പും നിനക്ക് അതേ മസലയാണ്, ഇദ്ദ ആചരിച്ചതിന് ശേഷം ആ മസലയാണ്. അറിയോ? നീ ഇന്നുവരെ അത് പഠിച്ചിട്ടില്ല. ഇദ്ദ ആചരിക്കുന്ന സമയത്ത് മാത്രം ഒരു മസല വന്നു, അങ്ങനെയൊന്നും എവിടെയും മസലയില്ല. ഇദ്ദ ഇരിക്കുന്നതിന് മുമ്പ് ആരെയൊക്കെ കാണാൻ പറ്റുമോ അവരെയൊക്കെ ഇദ്ദ ആചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇദ്ദ ഇരിക്കുന്ന സമയത്ത് ആരെയൊക്കെ കാണാൻ പറ്റത്തില്ലായിരുന്നുവോ ദീനിൽ, അവരെയൊക്കെ തന്നെ കാണാനും പറ്റൂല. അതാരൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്തതാണ് പ്രശ്നം. നമ്മൾ നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്, ബന്ധുക്കാരെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് ഓൾറെഡി. ഇതിങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്ക് മുസ്ലിയാരെ എങ്ങനെയാന്ന് ചോദിച്ചു വിളിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു മസല അറിയുന്നില്ല, പഠിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇൽമ എന്തൊക്കെ വിഷയങ്ങൾ വേണമെന്നുള്ളതാണ് ഈ സൂചന നൽകാൻ. നമുക്കെല്ലാം അറിയാം, എന്നാ ഒന്നും അറിയില്ല. അതാണ് ഈ പറഞ്ഞത്. ഭർത്താവ് കാലാകാലം ജീവിച്ചിരിക്കുവോ? ഇല്ല, ഏത് സെക്കൻഡിലും മരണം ഉണ്ടാവാം. ഒരു പക്ഷേ ചിലപ്പോ ഭാര്യയായിരിക്കാം ആദ്യം മരണപ്പെട്ടു പോകുന്നത്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. പെട്ടെന്ന് അങ്ങനെ ഭർത്താവ് പൊടുന്നേരം മരണപ്പെട്ടു പോയി. ഭാര്യ, നീ അറിയണം ഇദ്ദാചരണം എങ്ങനെയാണ്. ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി സാധാരണ രീതിയിൽ കഴിയുന്നത് പോലെ തന്നെ ദീനിയായ ചിട്ടയായ ജീവിതം നയിക്കുക, അതാണ് ഇദ്ദാചരണം. അല്ലാതെ ഏതെങ്കിലും റൂമിൽ കൊണ്ട് പൂട്ടിയിടലോ. ചിലർ അങ്ങനെ മനസ്സിലാക്കിയവരുണ്ട്. അങ്ങനൊന്നുമല്ല. അവർക്ക് അവരുടേതാകുന്ന വീടുകളിൽ തന്നെ റാഹത്തായ നിലയിൽ സാധാരണ കഴിയുന്നത് പോലെ തന്നെ കഴിയാം. അന്യപുരുഷന്മാരിൽ നിന്ന് ഒഴിവായി പുരുഷന്മാരിൽ തന്നെ ആരെയാണോ ദീനിൽ കാണാൻ വേണ്ടി അള്ളാഹു അനുവദിച്ചിട്ടുള്ളത് അവരെ കാണുകയും ചെയ്യാം ആവശ്യത്തിന്. നിസ്കാരത്തിന് സമയമായാൽ ശുദ്ധിയുള്ള സമയത്താണെങ്കിൽ കറക്റ്റായി നിസ്കാരം നിർവഹിക്കാം. ആഭരണങ്ങളൊക്കെ ഒഴിവാക്കുക, അതാണല്ലോ ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ. ആഭരണങ്ങളൊക്കെ ഒഴിവാക്കി എപ്പോഴും ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും കുളിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ അത്തറും മറ്റു കാര്യങ്ങളൊന്നും പൂശാതെ തന്നെ ഒരു റൂമിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക. മരണത്തെ ചിന്തിക്കുക. എന്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി, അടുത്ത ഞാനും മരണപ്പെട്ടു പോകും. നല്ലൊരു മരണവും നല്ലൊരു ദിവസവും നല്ലൊരു സമയവും എനിക്ക് ലഭിക്കണം. എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോകുമ്പോൾ നാട്ടുകാരൊക്കെ വന്നു ചേർന്നു, ദുആ ചെയ്യുന്നു, ഉസ്താദുമാർ വന്നു, ഉലമാക്കൾ വന്നു, ഉമറാക്കൾ വന്നു. എല്ലാവരും നല്ലത് മാത്രമാണ് പറയുന്നത്. നാളെ ഞാനും മരണപ്പെട്ടു പോകുമ്പോൾ 10 പേര് നന്മ പറയണം എന്ന ചിന്ത അവിടെ ഉണ്ടാവണം. ആവശ്യമില്ലാത്ത കറക്കം, അതുവരെ ഉണ്ടായിരുന്നതാകുന്ന ചാട്ടം, പുറത്തോട്ടൊക്കെ മാസത്തിൽ പുറത്തിങ്ങനെ ഇറങ്ങായിരുന്നു, അതൊക്കെ ഒഴിവാക്കുക. 4 മാസവും 10 ദിവസവും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുക ഒരു മോമിനത്തായ സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ രീതിയിൽ അവൾ പരിശുദ്ധമായ ദീനനുസരിച്ച് നിലകൊള്ള ഖുർആൻ ഓതാൻ അറിയുന്നവളാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർക്കട്ടെ ഭർത്താവിന്റെ പേരിൽ. ഒരു ഖത്ത് ഓതിയിട്ടുണ്ട്, 3 കൊല്ലം ഓതി ഊതുകയാണ്, അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് 3 ഖത്ത് ഓതിയത്. ഇപ്പൊ ഏറ്റവും വലിയ ഫാഷൻ എന്താ? മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച കഴിയുമ്പോ തന്നെ, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് 40 ആവുമ്പോൾ ദ്വാരക്കാൻ പറയുമ്പോ തന്നെ 50 ഖത്ത് ഓതി എന്ന് പറയും.
ആരാ ഓതിയെന്ന് ചോദിച്ചാൽ ഓതിയവന് അറിവില്ല, ചുമ്മാ അങ്ങ് പറഞ്ഞേക്കാൻ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ ഒരു ഹത്തോ പച്ചക്കള്ളം പറയരുത്, പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ. 3 കുൽഹുവല്ല ഊതിയിട്ട് ഞാൻ ഓതിയെന്ന് പറയുന്ന പരിപാടി ഖത്മിൽ നടക്കത്തില്ല. ഖുർആന ഖത്മ് തീർത്തെന്ന് പറഞ്ഞാൽ മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി, ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതണം. അത് നല്ല വൃത്തിയായിട്ട് ഓതണം. അങ്ങനെ ഓതിയതിന് ശേഷം അതിന്റെ തത്തുല്യമായ പ്രതിഫലം ഇന്ന ആളിലേക്ക് ഹദിയ ചെയ്യണം, എങ്കിലേ നിനക്ക് അയാൾക്ക് വേണ്ടി ഓതിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഒരു ഹത്ത് ഓതി വെച്ചിരിക്കാൻ, എന്നിട്ട് അതിന്റെ മിസുല സവാബ് സഹമാര് ദ്വാരക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പിടിപ്പിക്കുകയാണ്. എളാമ മരിച്ചപ്പോഴത്തേക്കും, കൊച്ചുമ്മ മരിക്കുമ്പോഴും നമ്മുടെ വക, മൂത്താപ്പ മരിക്കുമ്പോഴും നമ്മുടെ വക. ആകെ ഒരു ഹത്വ ജീവിതത്തിൽ ഓതിയത്. എല്ലാവർക്കും ഇതിന്റെ തത്തുല്യമായ പ്രതിഫലം കൊടുക്കുക. എപ്പോഴും ഇവങ്ങടെ അത് പറ്റൂല. അതാണ്, അതൊക്കെ ഉഡായിപ്പ് പരിപാടികളാണ്. അവരവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ഓതണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ കൂലി കിട്ടൂലേ? കൂലിയൊക്കെ കിട്ടും, പക്ഷെ നീ ചെയ്യുന്നത് നീചവൃത്തിയാണ്. എങ്ങനെ? ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ. അവർ മനസ്സിലാക്കി നീ ഒരു ഖത്മ തന്നെ ഇവർക്ക് കൊടുത്തെന്നാണ്. സംഭവം ജീവിതത്തിൽ ഓതി വെച്ച ഒറ്റ ഖത്തമാണ്, എന്നിട്ട് അത് നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. അത് പറ്റൂല. വളരെ ശ്രദ്ധിക്കണം സഹോദരിമാർ, ശ്രദ്ധിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 ഓതി തീർക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 രീതിയിലുള്ള മോചനമുണ്ട്. ഒന്ന് നരകീയ മോചനമുണ്ട്, മറ്റൊന്ന് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമുണ്ട്. 2 രീതിയിലുള്ളത്. ഒന്ന് വലിയ മോചനം, മറ്റൊന്ന് ചെറിയ മോചനം. പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ ഈ 2 മോചനവും കിട്ടാൻ സാധ്യമാണ്. ഒന്ന്, നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കാൻ 70,000 തഹ്ലീൽ ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്യണം. ഇമാമികൾ രേഖപ്പെടുന്നത് അതാണ്. നമ്മൾ സാധാരണ മരിച്ചതിന് ശേഷം തഹ്ലീൽ ചെല്ലുന്നു. മനസ്സിലായിക്കോ? അതിനൊക്കെ അടിസ്ഥാനമുണ്ട്. ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബഅത അയ്യാം. മരണപ്പെട്ടതിന് ശേഷം മുഅ്മിനായ മനുഷ്യനാണോ, അവന്റെ ഖബറിൽ 7 ദിവസം വരെ ചോദ്യമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആണ് 7ന്റെ അന്ന് വരെ. ഫകാനോ, സഹാബത്തായിരുന്നു ആ ദിവസം വരെ അയ്യുതൈമുൻഹും തിൽക്കല്ലയ്യാം. ആ 7 ദിവസം വരെ ആളുകൾക്ക് ഭക്ഷണ വിതരണം നടത്തിയിരുന്നു. സഹാബത്തിന്റെ പ്രവർത്തനം അതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം താഊസ് റളിയല്ലാഹു അൻഹു, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ് സയ്യിദുനാ താഊസ് റളിയല്ലാഹു അൻഹു. സഹാബത്തിന്റെ പ്രവർത്തനം കണ്ട് പരിചയിച്ച വ്യക്തി. സഹാബത്ത് കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള വിഭാഗമാണല്ലോ ആര്? താബിഈങ്ങൾ. അവരിൽ പ്രമുഖനായ താഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകാനു യുസ്തഹബ്ബൂന അൻ യുത്ഇമ അൻഹും തിൽക്കൽ അയ്യാം. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി 7 ദിവസം വരെ ഭക്ഷണം വിതരണം നടത്തിയിരുന്നു. കുടുംബക്കാര് മറ്റുള്ളവരെ സൽക്കരിക്കുക. എങ്ങനെ? ഇതിന്റെ നിയ്യത്ത് വെക്കണം. ഇത് പൊറോട്ടയും കോഴിയും ചിക്കനും ഒക്കെ അടിച്ചിട്ട് റാഹത്തായിട്ട് ആളെ കാണുന്നത് ആ പരിപാടിയല്ല. ഇത് ദുആ ചെയ്യിപ്പിക്കുകയാണ്. ആർക്ക് വേണ്ടി? ഇതിന്റെ കൂലി എന്റെ വാപ്പാക്ക് കൊടുക്കണം, ഇതിന്റെ കൂലി എന്റെ ഉമ്മാക്ക് കിട്ടണം എന്ന നിയ്യത്തിൽ. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കരുതിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക. അത് ആരുടെ ശൈലിയിൽപ്പെട്ടതായിരുന്നു? സഹാബത്തിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണ് എന്ത്? ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മരണപ്പെട്ട് 7 ദിവസം വരെ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. 3 നടത്തുന്ന 7 നടത്തിനേക്കുള്ള തെളിവാണ് ഇപ്പൊ ഈ പറഞ്ഞത്. മനസ്സിലായിക്കോണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഭക്ഷണ വിതരണം. അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും ഭാര്യ അകത്ത് ഇത്തയിരിക്കുന്നവളാണ്. അവൾ ഇതിലൊന്നും ഭാഗവാക്കാകണ്ട. അതൊക്കെ സഹോദരങ്ങളും മക്കളും ഒക്കെ ആയിട്ട് അതങ്ങ് ചെയ്തോളും. ആൺമക്കൾ വീട്ടിലുണ്ടല്ലോ, അവരാ കാര്യം നടത്തും. ഉമ്മ വീട്ടിലിരുന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് അങ്ങനെ ഓതി തഹ്ലീൽ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലി 70,000 തഹ്ലീൽ ചൊല്ലി മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ തീർച്ചയായും നരകത്തിൽ നിന്നുള്ള മോചനപത്രം അവർക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മൾ 70,000 ദിക്ർ ചെല്ലുന്നത്. 3 അല്ലെങ്കിൽ 7 ചൊല്ലി തീർക്കുന്നതിന്റെ കാരണം അതാണ്. യഥാർത്ഥത്തിൽ ഇത് സ്വന്തമായി ചൊല്ലി നമ്മൾ ഓരോരുത്തരും വെച്ചിരിക്കണം. ഈ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ എനിക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി ചൊല്ലി തീർക്കണം. അതിലാണ് ഫലം. നാളെ ആഖിറത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. വിരല് കടിക്കും. ഒന്നുമില്ല. ഒരു ഖത്മ പോലും വൃത്തിയായിട്ടില്ല, കറക്റ്റായിട്ട് ഓതിയിട്ടില്ല. 2 റക്അത്ത് നിസ്കാരം പോലും നമുക്ക് ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ നമ്മുടെ കയ്യിലില്ല, ഇതുവരെ ഇല്ല. ഇനിയെങ്കിലും അത് റെഡിയാക്കി എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
70,000 തഹ്ലീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ നല്ല വൃത്തിയായിട്ട് എഴുതണം. ലാ ഇലാഹ ലാ കഴിഞ്ഞിട്ട് യാ അല്ല, ലാ ഇലാഹ. ഇതൊക്കെ പറയുന്നതിനാണെന്നറിയോ ഇത്രയും പരസ്യമായി പറയുന്നത്? നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ അത് സ്വീകരിക്കപ്പെടാനാണ്. ഇതൊക്കെ ഓരോ അറിവുകളാണ്, വളരെ ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഹംസയാണ്, വളരെ ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു. അപ്പൊ ഒരെണ്ണമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം നീട്ടി ഹാഇന്റെ ഉച്ചാരണം കൊടുത്ത് തന്നെ നിർത്തണം. ഇതെങ്ങനെയല്ലെന്ന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നാ പിടിച്ചോ. ഇത് ആർക്ക് വേണം നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? 1000 1 ലക്ഷം ഇരുന്ന് ചെല്ലുക, കാര്യമായിട്ട് താളം പിടിച്ചിരുന്ന് ചെല്ലുക, ഒരു കാര്യമില്ല. നമ്മൾ ചെല്ലുന്ന പോലെയാണ് ഈ പറഞ്ഞത്. എടാ ദിക്ർ ചെല്ലുമ്പോൾ ഒരു അനക്കം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ദിക്ർ ചെല്ലേണ്ട നിലയ്ക്ക് ചെല്ല്. ഉമ്മാ പറഞ്ഞിങ്ങനെ തുറ ചാടിയിട്ട് എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ 2 എണ്ണായി. അങ്ങനെ അങ്ങോട്ട് ചെല്ലിക്ക. ഒരു 70,000 ഒരു ദിവസം എണ്ണം വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലും. 1,000 എങ്കിലും ഒരു ദിവസം ചെല്ലിയാൽ റാഹത്താണ്. 70 ദിവസം ആകുമ്പോൾ 70,000 തഹ്ലീലായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2 മാസം 10 ദിവസം മതി, മുടങ്ങാതെ ചെല്ലണം. ഇനി 500 ആണെങ്കിൽ അതിനനുസരിച്ച്. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. സമയം കണ്ടെത്തി അത് ചെല്ലി ഒരു ബുക്കിൽ കുറിച്ചിടണം. ഞാൻ ഏറ്റവും കുറഞ്ഞ കണക്ക് പറയാം, 70,000 ചെല്ലിയാ നീ രക്ഷപ്പെട്ടു എന്നല്ല. നിസ്കാരവും മറ്റു കാര്യങ്ങളും വേണ്ടെന്നല്ല. ഇനി ആരും ഇതിന്റെ ക്ലിപ്പിറക്കിയിട്ട് വളച്ചൊടിക്കാൻ നിൽക്കണ്ട. അതിനൊക്കെ പറയാൻ നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം. അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത്. തഹ്ലീൽ ചെല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണത്. അതിന്റെ മുകളിൽ മറ്റൊരു ദിക്റുമില്ല. ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കളും ചൊല്ലിയിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു 70,000 മുടങ്ങാതെ ചെല്ലുവെക്കേണ്ടതാണ്. ഇപ്പൊ ഈ ഉറൂസോടനുബന്ധിച്ച് നിങ്ങൾക്ക് തരുന്ന ഒരു വർക്കാണ് തരുന്നത്. അടുത്ത വർഷത്തിനുള്ളിൽ ചെയ്തു വെക്കണം. അടുത്തൊരു വർഷം എന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. പരമാവധി അത് ചെല്ലി തീർക്കുക. ഓരോരുത്തരും ചെല്ലുക. എത്രയാണ് എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല. എണ്ണം കറക്റ്റ് ചെയ്തിട്ട് ഡയറിയിലോ ബുക്കിലോ കുറിക്കണം. 70,000 ദിക്ർ ചെല്ലണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ എനിക്കൊരു ദിക്ർ നൽകണേ റസൂലേ. അല്ലാഹുവുമായി ഏറ്റവും ബന്ധം സ്ഥാപിക്കാനാണ് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന കരളിന്റെ കഷ്ടമാകുന്ന പൊന്നുമോളെ വിവാഹം ചെയ്തതായ മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ പൊന്നുമോനെ, നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ വിശദീകരിച്ചതായ അറിവിന്റെ കേദാരമാകുന്ന മുത്തുനബി അലിയാർ തങ്ങളോട് പറയുകയാണ്, അലിയേ നീ വിജ്ഞാനത്തിന്റെ കവാടമാണ്, പക്ഷേ ഈ ദിക്ർ നീ കളയല്ലേ അലിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മൾ സുന്നികൾക്ക് തന്നെ കുറഞ്ഞു പോയ ഒരു ദിക്റാണ് ഇത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ചെല്ലുള്ളൂ. നിസ്കാരത്തിന് ശേഷം 10 എണ്ണം ചെല്ലാൻ പറഞ്ഞാൽ എത്ര പേര് ഇരിക്കുന്നുണ്ട്? ചാടി ഇറങ്ങി ഓടുകയാണ്. കാരണം നമുക്കിന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും വിലയില്ല. നമ്മൾ അർത്ഥം അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ലഫ്ള് കിട്ടിയാൽ ഭയങ്കര കിട്ടല. ഉസ്താദുമാരുടെ അടുത്ത് വന്നിട്ട് ഒരു ദിക്ർ ചോദിക്കും. നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത ഒരു സാധനം പറയുകയാണെങ്കിൽ വബിൽ ഹഖ് അൻസൽനാഹു വബിൽ ഹഖ് നസല, ഒരു ദിക്റാണത്. ഖുർആനിലെ ആയത്തുമാണ്. 70 പ്രാവശ്യം ചൊല്ലിയാൽ രോഗശമനം ഉണ്ടാവും. അവിടെ പേന എടുത്തില്ല ഉസ്താദ്.
ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കൂ. ലായിലായില്ലെന്നോ കൊടുത്താലോ? ലായിലായില്ലെന്നാണോ? അയ്യാ 30,000 ചെല്ലിയായിരുന്നു. സലാത്ത് 25,000 ചെല്ലിയായിരുന്നു. എവിടെ ചെല്ലി? ഇതല്ലേ പറഞ്ഞത്? ഒരു സാധനം കൊടുത്തായിട്ട് ചെല്ലൂല, ഒരു ഇജാസത്തിന് പ്രകാരം ചെല്ലലുമില്ല. അനുവാദം നൽകി ചെല്ലുന്നതും നീ കൊട്ടപ്പടി അല്ലാതെ ചെല്ലുന്നതിനും രണ്ടും വ്യത്യാസമുണ്ട്, മനസ്സിലാക്കണം. ഒരു വലിയൊരു ആലിമിനെ നമ്മൾ സമീപിച്ചു, സയ്യിദിനെ സമീപിച്ചു, അവര് നമുക്ക് ഇജാസത്ത് പ്രകാരം നൽകുന്നതും അല്ലാതെ ആ ദിക്ർ നീ കൊട്ടപ്പടി ചെല്ലിയതും രണ്ടും രണ്ടാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് അത് മനസ്സിലാക്കണം. അതിന് വലിയൊരു ഫലം ഉണ്ടാവും. അതിന്റെ എണ്ണം അവർ പറയും, ആ എണ്ണം കറക്റ്റായിട്ട് തന്നെ പിടിക്കണം. അങ്ങോട്ട് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് റദ്ദ് പറയുന്ന പെണ്ണുങ്ങൾ, അതുപോലെ തന്നെ പുരുഷന്മാരും എന്ത് ദിക്ർ കൊടുത്താലും പറയും ആ ദിക്ർ ഞാൻ 10,000 ചെല്ലും. ഉസ്താദ് ചെല്ലാറുണ്ട്. കളി തമാശ പറഞ്ഞു, ഇത് തന്നെ കളി. എന്ത് ദിക്ർ കൊടുത്താലും അതെല്ലാം 30,000 50,000 ചെല്ലുന്നുണ്ട്. പിന്നെ റാഹത്താണ്, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ എത്ര ഇതിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ആരോടായി പറയുന്നത്? ആരായി പറയുന്നത്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജ്ഞാനത്തിന്റെ പൂന്തോട്ടത്തിന്റെ കവാടമെന്ന് വിശേഷിപ്പിച്ചതാകുന്ന അലി റളിയല്ലാഹു അൻഹു ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു അറിയാം, അതിന്റെ അർത്ഥം അറിയാം, അതിന്റെ അങ്ങേയറ്റം അറിയാം. ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ടീമോ മൂപ്പരോടാ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. ആരുമായിട്ട് അടുക്കാൻ? അല്ലാഹുമായി അടുക്കണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിനി എത്ര ചെല്ലണം? നിങ്ങൾ പറയും. നമ്മൾ ഈ നിസ്കാരം കഴിഞ്ഞ് 10 പിടിച്ചോ മതിയോ? അതാ പറഞ്ഞത് 70,000 എങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെല്ല്. നിങ്ങൾ മലബാർ ദേശത്തേക്ക് പോയി നോക്കിൻ, സൂഫികളാകുന്ന മഹത്തുക്കൾ അവിടെ അന്തിവിശ്രമം ചെയ്യുന്നുണ്ട്. ആ മഹാന്മാരുടെ തിരുസവിധത്തിൽ വന്നുകൊണ്ട് മഹത്തുക്കളാകുന്ന മുൻകഴിഞ്ഞു പോയ മഹാരന്മാര് അവരോടൊപ്പം പറ്റി നിന്ന് ഖിദ്മത്തെടുക്കുന്ന കൂട്ടത്തിൽ അവരോടായി ആജ്ഞാപിച്ചിരുന്നത്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ. 1,00,000 ചെല്ല്. 1,00,000 ചെല്ല് വരുമ്പോൾ പറയുന്നു അടുത്ത 1,00,000 കൂടി ചെല്ല്. 1,00,000 കൂടി വീണ്ടും ചെല്ല്. 2,00,000 ആക്കി വരുമ്പോൾ പറയുന്നു വീണ്ടും 1,00,000 ചെല്ല്. അല്ലാതെ വിലായത്തിന്റെ പട്ടം കിട്ടി, കോട്ട കിട്ടി, പൊയ്ക്കോന്ന് പറയല്ല. ആരോടായി പറയുന്നത്? നമസ്കാരങ്ങൾ ചിട്ടവെച്ച, നോമ്പുകൾ കൃത്യത വെച്ച, സക്കാത്തുകൾ കൊടുത്തു വീട്ടിയ, പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ പോയി ഹജ്ജ് നിർവഹിച്ച, മദീനയിലെ മണവാളനെ പരിപൂർണമായി പുൽകിയ, സലാത്തുകൾ കൊണ്ട് ജീവിതം മുഖരിതമാക്കിയ, നമസ്കാരങ്ങളും അത്യത്യാദ കർമ്മങ്ങളും ഖുസൂസിയത്തായി പ്രത്യേകമായി വിരുദുകളും ഔറാദുകളും ഒക്കെ കൃത്യമായി കൊണ്ടു നടക്കുന്ന മഹാരഥന്മാരാകുന്ന സൂഫിയാക്കളാകുന്ന മഹത്തുക്കളോട് 20, 25, 30, 40 വർഷം അവർക്ക് ഖിദ്മത്തെടുത്ത് കൂടിയിട്ട് അവസാനമായി വീണ്ടും പറയുന്നു, വിലായത്തിന്റെ സമുന്നതമാകുന്ന പദവി നിനക്ക് കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വാ. 1,00,000 ചെല്ല്, 2,00,000 ചെല്ല്, 3,00,000 ചെല്ല്. എപ്പോഴാ കൊടുക്കുന്നത്? അങ്ങേ അറ്റം എത്തിക്കഴിയുമ്പോ. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. നിസ്കാരം കഴിഞ്ഞ് 10 ചെല്ലാൻ പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്ന നമ്മള് അതിന് തെളിവും ചോദിച്ച് റോഡിൽ പോയി ഇരിക്കുക. തൗഹീദിന്റെ ഏറ്റവും വലിയ കലിമത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെന്തിനാ ഇനി കൂടുതൽ തെളിവ് വയ്ക്കുന്നത്? അത് ചെല്ലണ്ടേ? നമ്മൾ ഈ ഉമ്മത്ത് ചെല്ലുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മരിക്കുമ്പോ വാപ്പ മരിച്ചു കിടക്കുമ്പോ മാത്രം ചെല്ലാനുള്ളതല്ല. അപ്പോഴും നമുക്ക് സമയമില്ല. നമ്മൾ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളിത് ദ്വാരക്കാൻ വന്നതാകുന്ന സാദാത്യങ്ങൾ ഉസ്താദുമാരും ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളിതിലില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ സ്വഭാവം അങ്ങനെയായി പോയി. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് മോചനപത്രം നമുക്ക് രേഖപ്പെടുത്തണമെങ്കിൽ 70,000 തഹ്ലീൽ ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ചൊല്ലിയിട്ട് മരണപ്പെട്ടവർക്ക് അതിന്റെ തത്തുല്യമായ പ്രതിഫലം ഹദിയ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നരകീയ മോചനം അല്ലാഹു രേഖപ്പെടുത്തുമേ. തീർന്നില്ല. രണ്ടാമത്തെ മോചനം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഖബർ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. ഖബർ ഒരു വല്ലാത്ത ഭയാനകമാകുന്ന രോഗമാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാലമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ആ ഖബർ ജീവിതത്തിൽ നിന്ന് നിനക്ക് സുഖം ലഭിക്കണോ? 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഒരു പണിയും എടുക്കുന്നില്ല, ഒരു സുന്നത്തുകളും ശ്രദ്ധിക്കുന്നില്ല. നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഈ ഉമ്മത്ത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വലിയ സുന്നികളാ, ആ സുന്നത്തുകൾ എടുക്കാത്തവരായി മാറി. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് ആരാ ശ്രദ്ധിക്കുന്നത്? അതാണല്ലോ റവാത്തിബ് സുന്നത്തുകൾ. പതിവാക്കുന്നവർ കുറഞ്ഞുപോയി. അതൊക്കെ ഏതോ പ്രായം ചെന്ന ആളുകൾക്ക് അടുത്ത സെക്കൻഡിൽ മരിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിസ്കാരം പോലെയാക്കി നമ്മൾ കളഞ്ഞു. ചെറുപ്പക്കാരും നിസ്കരിക്കുന്നില്ല. ഫർദായ നിസ്കാരത്തിന് പോലും ഓൻ പള്ളിയിലില്ല, ഓൻ ബാത്റൂമിൽ കയറിയിരിക്കുകയാണ്. ഇക്കാമത്ത് കൊടുക്കുന്ന സമയം അതിനകത്ത് ഇരിപ്പുണ്ട്. റൗണ്ടിൽ ഇങ്ങനെ പുക പോകുന്നതാണ്, വല്ല ആചാര്യ കയറിയിരിപ്പുണ്ട്, അതിനകത്ത് കയറിയിരിക്കുക. എത്രയോ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. ഒതു കൊടുക്കുന്ന സമയത്ത് 10 മിനിറ്റ് അങ്ങനെ കളയാൻ. ഇമാമ റുക്കുവിലേക്ക് പോകുമ്പോൾ ഓടി വരുന്ന ചില കൂട്ടരുണ്ട്. ആ സമയം മാത്രം നോക്കിയിരിക്കാൻ. ഇമാം തഹിയ്യാത്തിൽ നിന്ന് സലാം വിട്ടുമ്പോഴും വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില മക്കളുണ്ട്. ആണോ അല്ലയോ? ഉണ്ട്, എല്ലാ മഹല്ലത്തിലും ഉണ്ട്. ഇന്നിപ്പോ എല്ലാ പള്ളികളിലും നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ മൈക്ക് മാറ്റി വെച്ചിട്ടാ ഇമാമിങ്ങൾ ദ്വാരക്കുന്നത്. ആണോ അല്ലേ? മിക്ക പള്ളികളിലും അങ്ങനെ. എന്താ അങ്ങനെ? കമ്മിറ്റിക്കാരന് ഓർഡറാണ്. എന്താ ഓർഡർ കൊടുത്തിരിക്കുന്നത്? വേറൊന്നുമല്ല, ഓർഡർ പുറകി വരുന്നവർക്കുള്ള തശ്വീഷ് ഉണ്ടാക്കരുത് ഉസ്താദ്. അതുകൊണ്ട് എന്ത് ചെയ്തു? മൈക്ക് മാറ്റി വെച്ചു. പുറകി വരുന്നവർ അധികരിച്ചു. ഒരൊറ്റ പള്ളിയിൽ പോലും മസ്ബൂക്കായ ആളുകൾ ഇല്ലാതെ വരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ബാങ്ക് കൊടുത്ത് 15 മിനിറ്റോളം സമയം കൊടുത്തിട്ട് പോലും ആ മഹല്ലത്തിലുള്ളവർക്ക് പോലും കറക്റ്റായി ജമാഅത്ത് അവ്വൽ ജമാഅത്തിന് എത്തിപ്പെടാൻ പറ്റുന്നില്ല. എല്ലാവരും പിന്തുന്നതിനെ താല്പര്യപ്പെട്ടിരിക്കും. അങ്ങനെ ആയിപ്പോയി. ഇവിടെ ബാങ്ക് കൊടുത്തിട്ട് പിന്നെ എന്തിനാ 15 മിനിറ്റ് കൂടെ കൊടുത്തത്? ഇവരെല്ലാരും കൂടെ വരാൻ വേണ്ടിയിട്ടല്ലേ? എന്നാ പിന്നെ ബാങ്ക് കൊടുത്ത ഉടനെ ഇക്കാമത്ത് കൊടുക്കുക, വേഗം തന്നെ കൈകാര്യം ചെയ്യുക. സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം മാത്രം കൊടുത്ത് പെട്ടെന്ന് ഇക്കാമത്തും കൊടുത്ത് ഫർദ് നിസ്കരിക്കുക. ഇത് 15 മിനിറ്റ് കൊടുത്തതിനാ? ഇവരെ പോലെയുള്ളവൻ വരാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. എന്നാലോ ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക. മൂപ്പര് അതുവരെ ഇങ്ങനെ റാഹത്തായിട്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇഖാമത്ത് കൊടുക്കണം. ചിലർക്ക് പള്ളിയിൽ ഇമാം മിമ്പറിൽ കയറി അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴാണ് ബ്രഷ് എടുത്തുകൊണ്ട് കുളത്തിന്റെ അങ്ങോട്ട് പോകുന്നത് പല്ലിയാക്കാൻ. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ പറയല്ല, അതായത് താല്പര്യമില്ല. അവന്റേതാകുന്ന രീതി അങ്ങനെ തന്നെയാണ്. സുബഹിക്ക് 1/2 മണിക്കൂർ കൊടുക്കുന്നുണ്ട് അല്ലേ? എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ? ബാങ്ക് കൊടുത്തിട്ട് ഇവിടെ 15 മിനിറ്റ്. അതിന്റെ ആവശ്യമുള്ള ഞാൻ പറഞ്ഞത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. കൊടുത്തിട്ടും ഇത്തരത്തിൽ വൈകുന്നെങ്കിൽ പിന്നെ എന്തിനു കൊടുക്കുന്നു? അതാണ് എന്റെ ചോദ്യം. മസ്ബൂക്കായ ആളുകൾ അധികരിക്കണം. എല്ലായിടത്തും തന്നെ കളി. അപ്പൊ നബിയുടെ കാലത്ത് വൈകിയില്ലേ? ഉടനെ അങ്ങോട്ട് ചോദിക്കുക. നന്നാവാനല്ല അപ്പോഴും ശ്രമിക്കുന്നത്. അന്നും വൈകുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? അന്നിങ്ങനെ സ്ഥിരമായി വൈകലില്ല. സ്ഥിരമായി വൈകുന്നവൻ ഇല്ല. അവൻ കാപട്യത്തിന്റെ അഹ്ലുകാരായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്താം. സ്ഥിരമായി ഒരുത്തം വൈകി വന്നാൽ അല്ലെങ്കിൽ ജമാഅത്തിന് തൊട്ട് പിന്തി അങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ ഞങ്ങൾ തന്നെ കണക്കാക്കും അവൻ ആരാൻ? മുനാഫിഖാൻ. കാരണം ബാങ്ക് വിളിച്ചിട്ട് അതിന് കൃത്യമായി ഉത്തരം കൊടുക്കാതെ വീടിന്റെ അകത്തളത്തിലിരുന്ന് അവന്റെ ഇഷ്ടം തോന്നുമ്പോൾ അവന്റെ ജോലികളൊക്കെ തീർത്തിട്ട് അവസാനം ഇഖാമത്തിന് കൊടുക്കുന്ന സമയത്ത് മാത്രം പള്ളിയിലേക്ക് കയറാൻ വരുന്നവൻ അവൻ ആരാൻ? സ്ഥിരമായി ചെയ്യുന്നവനാണെങ്കിൽ അവൻ മുനാഫിഖാൻ, കപട വിശ്വാസിയാണ്, വിശ്വാസത്തിൽ കലർപ്പുള്ളവനാണ്. നമ്മൾ അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കും. ഉണ്ടെങ്കിൽ മാറ്റണം. അതിനാണ് ഈ പറഞ്ഞത്. 15 മിനിറ്റ് സമയം തരാണ്. നമുക്കെല്ലാവർക്കും അറിയാം ബാങ്ക് വിളിക്കുന്നത് എത്ര മണിക്കാൻ, സുബഹി എത്ര മണിക്കാൻ അറിയില്ല ഉസ്താദെ. റമളാനിലെ മഗ്‌രിബിന്റെ സമയം അറിയായിരുന്നു. പിന്നെ എന്താ? ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട്. മറ്റേതൊന്നും നമുക്ക് ബാധകമല്ല. അപ്പൊ നിനക്ക് പഠിക്കാൻ ആവശ്യമുള്ളത് നീ പഠിച്ചു വെക്കും. റമളാനിലെ മഗ്‌രിബിന്റെ ബാങ്ക് 6:53 ഇപ്പോഴും ചിലർ കണക്ക് പറയുന്നുണ്ട്. സംഭവ സമയം അവിടെ നിന്നൊക്കെ പോന്നിട്ടുണ്ട്. ഇപ്പോഴും ബാങ്ക് എത്ര മണിക്കാണ്? 6:53 54 എന്നാ പറയുന്നത്. കാരണം എന്താ? റമളാനിലെ ടൈം പഠിച്ചു വെച്ചിരിക്കാം. ഫുഡ് ഉള്ളത് കൊണ്ട് കറക്റ്റ് അത് പഠിച്ചു വെച്ചു. ഇതേപോലെ മറ്റു വക്കത്ത് എന്താ പഠിച്ചു വെക്കാത്തത്? നമ്മൾ മക്കത്തും മദീനത്തും ഉംറ നിർവഹിക്കാൻ പോകുമ്പോൾ സമയം ആദ്യം നോക്കി വെക്കും. കാരണം എന്തുകൊണ്ട്? ജമാഅത്ത് ശ്രദ്ധിക്കേണ്ട അഹ്ലുകാർ അതൊന്ന് പ്രത്യേകമായി ഗൗനിക്കും. അപ്പൊ നിനക്ക് ഗൗനിക്കാൻ അറിയാം. നാട്ടിൽ എന്തുകൊണ്ട് ഈ ഗൗനിക്കൽ വരുന്നില്ല? സുബഹിയുടെ ബാങ്ക് എത്ര മണിക്കാ ബാങ്ക് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? പറയണ്ട, മനസ്സിൽ വെച്ചാൽ മതി. എത്ര പേർക്ക് പറയാൻ സാധിക്കും? മഗ്‌രിബിന്റെ ബാങ്ക് എത്ര മണിക്കാൻ? സ്ത്രീകളോടും ചോദിക്കാൻ എത്ര മണിക്കാൻ? നമ്മൾ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബാങ്ക് വിളിച്ചോ? ഇല്ല, അറിയില്ല, കേട്ടില്ല, ഇതൊക്കെയാണ് പറയുന്നത്. ഏകദേശം ഒരു ധാരണയാണ് 3:30ക്കും 4 മണിക്കും ഇടയിലാവാം. കൃത്യമായ ഒരു സമയം നമുക്ക് ശ്രദ്ധയില്ല. ഇത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞത് ഈ വിഷയമൊന്നും നമുക്ക് യാതൊരുവിധ ശ്രദ്ധയുമില്ല എങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ ആഖിറം ലക്ഷ്യമാകും? മക്കളെ എന്ത് വിഷയത്തിലും കുറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മുസ്തഫ
وزد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله رب رب ربه لم يعرفا ولم يروب ربيبه لكن أضل القوم بالآراء راء لا إله إلا الله ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ നിയ്യത്തുകളും നീ സാധൂകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ നാഥാ. ഞങ്ങൾ കൊടുക്കുന്ന സദഖ ആഖിറത്തിലേക്ക് ഉപയുക്തമുള്ളതാക്കണേ അല്ലാ. നാഫിയായ ഇൽമ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. പ്രയോജനപ്രദമാകുന്ന അറിവ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ഹാഫിലീങ്ങളിൽ ചേർക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. അവ ദീൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. സെപ്റ്റംബർ 5 ദേശീയ തലത്തിൽ വലിയ ആഘോഷം നടക്കുന്ന ദിവസമാണ് വരുന്നതാകുന്ന സെപ്റ്റംബർ 5. എന്താണ് അതിന്റെ പ്രത്യേകത? അധ്യാപക ദിനം. ഗുരുവിനെ ആദരിക്കേണ്ട ദിവസം. നമ്മളെയൊക്കെ അലിഫ് എഴുതി തന്ന ഉസ്താദിനെ ആദരിക്കേണ്ട ദിവസമാണ്. ആരാണ് നമുക്ക് അലിഫ് എഴുതി തന്ന ഉസ്താദ്? ഒന്ന് ചിന്തിക്കും. ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് ആ ഉസ്താദിന്റെ മുഖം ഓർമ്മയുണ്ടോ? ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? അന്വേഷിക്കണം. അവരെ കണ്ടെത്തി ആദരിക്കേണ്ട ദിവസമാണ്. നല്ലൊരു സദഖ അവർക്ക് കൊടുക്കേണ്ട ദിവസമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു ചുറ്റുവട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കാരണമായി തീരുന്നത് ആ ഗുരുവര്യരാണ്. അന്ധകാരത്തെ നീക്കുന്ന വ്യക്തി, ഇരുളിനെ മായിക്കുന്ന വ്യക്തി എന്നാണ് ഗുരു എന്നതിന്റെ അർത്ഥം. ശരിയാണ്. തമസിലായിരുന്നു നമ്മൾ ഇതുവരെ, ഇരുട്ടിലായിരുന്നു. ആ ഇരുട്ടറയിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ഗുരുവര്യരാണ്. അലിഫ് എഴുതി തന്ന മദ്രസയിൽ പണ്ട് നമ്മളെ പഠിപ്പിച്ച, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ച എല്ലാ ഉസ്താദുമാരെയും ഒരു വേള മനസ്സിലേക്ക് ഇങ്ങനെ അവരുടെ ചിത്രം കൊണ്ടുവരേണ്ട സമയവും സന്ദർഭവുമാണ്. അവർക്ക് വേണ്ടി ഒരു ദിനം തന്നെ ദേശീയ തലത്തിൽ ആചരിക്കുകയാണ്. എന്തിനാണത്? വിജ്ഞാനത്തിന് കൊടുക്കുന്ന പ്രസക്തിയാണത് മനസ്സിലാക്കേണ്ടത്. അറിവുള്ളവരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ അധ്യാപകൻ നല്ല രീതിയിലുള്ളവനാകണം. നമ്മൾ ഈ അടുത്ത് യുപിയിൽ ഒരു അധ്യാപികയെ കാണുകയുണ്ടായി. തന്റെ വിദ്യാർത്ഥിയെ ക്രൂരമായി അടിക്കാൻ വേണ്ടി കൂട്ടുകാരോട് നിർദ്ദേശിക്കുന്ന, അവന്റെ കൂട്ടുകാരോട് നിർദ്ദേശം കൊടുത്ത് കരണത്തടിപ്പിക്കുന്നതാകുന്ന ഒരു അധ്യാപികയെ നിഷ്ഠൂരമായി മുസ്ലിമായതിന്റെ പേരിൽ